നോമ്പിൻ്റെ ഒന്നാം വാരത്തിൻ്റെ അവസാനം നമ്മൾ എത്തിയിരിക്കുന്നു. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള 5 ദിവസത്തെ നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും നമുക്ക് വരുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മൾ ഒരുങ്ങുകയാണ്. നോമ്പിൻ്റെ ഒന്നാം വാരത്തിൽ മാർ അഫ്രൈം, മാർ തെയോദോറോസ് എന്നീ വിശുദ്ധന്മാരുടെ ഓർമ്മയും കൂടി നടത്തുകയാണ്. വാങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഇന്ന് നമ്മൾ ഓർക്കുകയാണ്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കാതെ നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ശാപത്താൽ ശൂന്യമായി പോയ ചില വശങ്ങൾ നമുക്കുണ്ടെന്നാണ് ഇന്ന് വായിച്ച വേദഭാവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് വായിച്ച വേദഭാവം ഉൽപ്പത്തി 2, സഖറിയ 7, 7:8 മുതൽ 14 വരെ, യെശയ്യാ 1:24-31 വരെയുള്ള ഭാഗത്ത് പ്രവാചകരിലൂടെ പഴയ ഇസ്രായേലിന് കൊടുത്ത സന്ദേശമാണ്. കർത്താവിൻ്റെ വചനം തള്ളിക്കളഞ്ഞതുകൊണ്ട് ദൈവം അവരെയും തള്ളിയിട്ടുണ്ട്. ശൂന്യതയുണ്ടാവും, വരൾച്ചയുണ്ടാവും. അതിനെല്ലാം പരിഹാരം വരുത്തുവാൻ യേശു ബേത്ലഹേമിൽ ജനിച്ച് രക്ഷകനായി വരുമെന്നുള്ള പ്രത്യാശ അവർക്ക് കൊടുത്തു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ദുഃഖങ്ങൾ മുതലായുടെ ഉറയിൽ പൂർവ്വശാപങ്ങളുണ്ട്. ആ പൂർവ്വശാപങ്ങൾ തീർന്നിട്ട് 1000 തലമുറയ്ക്ക് വരെ അനുഗ്രഹം കൊടുക്കുന്ന അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും എല്ലാ അവസ്ഥയിൽ നമ്മൾ വിശ്വാസികളായി പ്രത്യാശയോടെ ദൈവസ്നേഹത്തോടെ ജീവിച്ചാൽ ശാപം വരുന്ന വഴി അടച്ചിട്ട് അനുഗ്രഹം വരുന്ന വഴി തുറന്ന് അത് അടുത്ത തലമുറയിലേക്ക് പോകാനാണ് കർത്താവ് കാത്തിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞാൽ മക്കൾ താമസിക്കുന്നത്, മക്കളെ കിട്ടാൻ താമസിക്കുന്നതൊക്കെ ഈ ശാപം മാറാൻ വേണ്ടിയാണ്. ശാപങ്ങളും ശൂന്യതകളും മാറി ആ ശൂന്യതകളിലും മരുഭൂമിയിലും ഏദൻതോട്ടം പണിത് അടുത്ത തലമുറകൾക്ക് അനുഗ്രഹം കൊടുക്കാൻ നമ്മൾ ആത്മഫലങ്ങൾ വിളയിക്കുന്നവരായതിന് ശേഷം ജീവിത പങ്കാളിയും അടുത്ത തലമുറയും ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ഈ ഒരാഴ്ചക്കാലത്തെ 5 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാപമോചന പ്രാർത്ഥനയിലൂടെ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പോട്ട് വരാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 10, തിരുവചനങ്ങൾ 24 മുതൽ 39 വരെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം, തിരുവചനങ്ങൾ 24 മുതൽ 39 വരെ. വലിയ നോമ്പിലെ 1-ാം ശനിയാഴ്ച മാർ അഫ്രൈം മൽപ്പാൻ്റെയും പരിശുദ്ധ തെയോദോറോസ് സഹദായുടെയും ഓർമ്മ കഴിക്കുന്ന ഈ ദിവസത്തിൽ നമ്മുടെ വാങ്ങിപ്പോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് ഓർക്കുമ്പോൾ നമുക്ക് ശാപം വന്ന വഴിയും അനുഗ്രഹം വരുന്ന വഴിയും തിരിച്ചറിയാൻ ഈ വേദഭാഗം ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വേദഭാഗം വായിക്കുകയാണ്. വിശുദ്ധ മത്തായി 10:24 മുതൽ. യേശു അരുൾ ചെയ്തു, ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനില്ല, യജമാനേക്കാൾ വലിയ ദാസനുമില്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ദാസൻ യജമാനെ പോലെയും ആകുന്നതും മതി. അവർ ഗ്രഹനാഥനെ ബേൽസബൂബ് എന്ന് വിളിച്ചെങ്കിൽ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ വെളിപ്പെടാതെ മറഞ്ഞും അറിയപ്പെടാതെ ഗൂഢമായും ഇരിക്കുന്നത് ഒന്നുമില്ല. ഞാൻ ഇരുട്ടത്ത് പറയുന്നത് നിങ്ങൾ വെളിച്ചത്തെ പറയുവിൻ. ചെവികളിൽ കേൾക്കുന്നത് മട്ടുപ്പാവിൽ ഉദ്ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, എന്നാൽ ആത്മാവിനെ കൊല്ലുവാൻ അവർക്ക് കഴിയില്ല. ആത്മാവിനെയും ശരീരത്തെയും നരകത്തിലിട്ട് നശിപ്പിക്കുവാൻ കഴിയുന്നവനെ കൂടുതൽ ഭയപ്പെടുവീൻ. ഒരു കാശിന് 2 കുരുവി വിൽക്കപ്പെടുന്നില്ലയോ? അതിലൊന്നുപോലും നിങ്ങളുടെ പിതാവിന്റെ അറിവുകൂടാതെ നിലത്ത് വീഴുന്നില്ല. നിങ്ങളുടെ തലമുടി ഇഴകൾ പോലും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അനേകം കുരുവികളെക്കാൾ നിങ്ങൾ വിലയേറിയവരാകുന്നു. ആരെങ്കിലും മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുമ്പാകെ ഞാനും അവനെ ഏറ്റുപറയും. എന്നാൽ മനുഷ്യരുടെ മുമ്പാകെ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുമ്പാകെ ഞാനും തള്ളിപ്പറയും. ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ സമാധാനമല്ല, വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ മകനെ അപ്പനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ആക്കി തീർക്കുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഒരുവന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെയാകും.
എന്നെക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേരുന്നവനല്ല. എന്നെക്കാൾ അധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് ചേരുന്നവനല്ല. തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവനും എനിക്ക് ചേരുന്നവനല്ല. സ്വന്തം ജീവൻ സുരക്ഷിതമാക്കുവാൻ നോക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ എനിക്ക് വേണ്ടി സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടും. സ്വല്പസമയിരിക്കാം. വലിയ നോമ്പിലെ 1-ാം ശനിയാഴ്ച സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം ഇപ്പോഴാണ് നമ്മൾ വായിക്കുന്നത്. സന്ധ്യയ്ക്ക് നമുക്കൊന്ന് ചൂടാനോ വായിക്കാൻ ഒക്കാഞ്ഞതുകൊണ്ട് ആ കുടിശ്ശിക തീർത്ത് സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മൾ ഇരിക്കേണ്ടിയിരുന്ന വേദഭാഗം ഇന്നലെ വായിക്കേണ്ടതായിരുന്നു. ഇന്നലെ സന്ധ്യയ്ക്ക് വായിക്കേണ്ടതായിരുന്നു. അത് ഇപ്പോഴേ വായിച്ച് നമ്മൾ സ്വയപരിശോധന നടത്തി. ഈ തിരുവചന വെളിച്ചത്തിൽ നമ്മൾ സ്വയപരിശോധന നടത്തി നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്ന വഴി തേടുകയാണ്. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് സ്വല്പം പരിഭവം തോന്നാൻ സാധ്യതയുണ്ട്. സമാധാനമായ യേശു, സ്നേഹമായ യേശു, രക്ഷകനായ യേശു, നല്ലവനായ യേശു ഈ വഴക്കിന് കൂട്ടി നിൽക്കുന്ന വല്ല കാര്യമുണ്ട്? എന്താ അത് കർത്താവിന് ചേർന്ന പണിയാണോ? കർത്താവ് ഒരു കാര്യം തുറന്നു പറയുക, അമ്മായിയമ്മ പോരുന്നത് ഞാനും കൂടി ഉണ്ടെന്ന്. എന്താ എല്ലായിടത്തും കുപ്രസിദ്ധമായ ഒരു അനുഭവമാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിൽ അടിക്കുക, അപ്പനും മോനും തമ്മിൽ. ഇങ്ങനെ അടികളുടെ എല്ലാ ഇടയിൽ കർത്താവിനും കൂടി ഒരു കൈ ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുള്ളൊരു കാര്യം, കർത്താവിനോട് പരിഭവം തോന്നാൻ കാര്യം. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണ് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ സമാധാനമല്ല, വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്തിനാണ് വാളും കൊണ്ടുവന്നത്? അത് നമ്മൾ കർത്താവിനോട് തന്നെ ചോദിക്കുക, എന്താണ് കർത്താവിന് ഈ വാളും കൊണ്ടുവരാൻ കാര്യം? എന്താ ഈ വാളും കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന പണി തന്നെ? മകനെയും അപ്പനെ എതിരായും, മകളെ അമ്മയ്ക്കെതിരായും, മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ആക്കി തീർക്കുവാനത്ര ഞാൻ വന്നിരിക്കുന്നു. ഏതായാലും ആ പണി നടന്നിട്ടുണ്ട് ഇല്ലേ? ഇത് എല്ലാ വീട്ടിലും, എല്ലാ ഓഫീസുകളിലും, എല്ലാ ഇടങ്ങളിലും ഈ പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇത് യേശുവിനും കൂടെ ഇതിനകത്തൊരു കൈ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. ഇത് അമ്മായിയമ്മയുടെ ദുഷ്ടത കൊണ്ടോ മരുമകളുടെ ധിക്കാരം കൊണ്ടോ ആണ് ഇത് നടക്കുന്നതാണ് പലരുടെയും ധാരണ. അതുകൊണ്ട് അവർ തമ്മിൽ ഭിന്നിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് ദൈവം ഇതിൻ്റെ പുറകിൽ, കർത്താവ് ഇതിനകത്ത് കൈയിടുന്നു? ഒരുവന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെയാകും. അതും എല്ലാ വീട്ടിലും നടക്കുന്നുണ്ട്. ഏറ്റവും അധികം നമ്മൾ കൊതിക്കുന്നതാണ് സ്നേഹവും ഐക്യതയും. അത് വീട്ടിലാണ് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം വേദനിക്കുകയും ചെയ്യുന്നു. വീട്ടുകാർ തന്നെ ശത്രുക്കളാകുക. അതിൻ്റെ കാര്യം എന്നാന്നുള്ള കാര്യം കർത്താവോട് പറയുന്നു. എന്തിനാണ് കർത്താവ് ഈ പണി ചെയ്യുന്നത്? ഈ യേശുക്രിസ്തു നമ്മളുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്ന് പരിശോധിക്കാനാണ് ഈ തിരുവചനം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കൊരു കൂട്ട കാര്യം മാത്രമേ വ്യക്തമായി ഇതുവരെയും ബോധ്യമായിട്ടുള്ള നമ്മൾ ആരാണെന്നും നമ്മൾ ആരല്ലെന്നും നമ്മൾ എവിടെ നിന്ന് വന്നെന്നും എവിടേക്ക് പോകുന്നെന്നും നമുക്ക് ഈ കുടുംബം കിട്ടിയത് എന്തിനാണെന്നും നമുക്ക് അപ്പനെയും അമ്മയും തന്നത് എന്തിനാണെന്നും അപ്പനെയും അമ്മയും ദൈവം നമുക്ക് തന്നിട്ട് അപ്പനെയും അമ്മയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോ എന്നൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവർക്കും അപ്പനും അമ്മയുള്ളവർ നമുക്കും ഉണ്ടായി. എല്ലാവർക്കും പിള്ളേരുണ്ടാകുന്ന പോലെ നമ്മളും പിള്ളേരായി ജനിച്ചു. പക്ഷെങ്കിൽ ഈ പരിപാടി എന്തിനാണ്, ഇത് എന്താ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്ന് തിരുവചന വെളിച്ചത്തിൽ നമ്മൾ സ്വയപരിശോധന ചെയ്ത് നമ്മൾ ദൈവമായുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യം തിരിച്ചറിയണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോസ്തലനായ പൗലോസിന് ഈ കാര്യം മനസ്സിലായത് വളരെ വൈകിയാണ്. താൻ ഗമാലിയേലിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പോയി വലിയ ഡിഗ്രി എടുത്തെങ്കിലും ഒത്തിരി പഠിച്ചെങ്കിലും തനിക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. താൻ പഴയ നിയമം മുഴുവൻ പഠിച്ച് ഭക്തനായി ജീവിച്ചെങ്കിലും തൻ്റെ ജീവിതത്തിൽ കുതിരപ്പുറത്ത് ചാടി ഓടിപ്പോയാളിനെ കർത്താവ് എന്ന് നട്ടുവെച്ചിക്ക് താഴെ ഇട്ടു. നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞു. അവനുണ്ടായിരുന്ന സ്വസ്ഥത കളഞ്ഞു, കണ്ണു പൊട്ടിച്ചു. അവനെ താഴെയിട്ട് നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ താനും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്, യേശുക്രിസ്തു ആരാണ്, താൻ അതുവരെ ആരാധിച്ചുകൊണ്ടിരുന്ന പിതാവായ ദൈവവും ഈ യേശുവായിട്ടുള്ള ബന്ധം എന്താണ്, ഇത് എനിക്ക് മനസ്സിലായില്ല. യേശുവിനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ചരിത്ര പുരുഷനായി ചരിത്രം സൃഷ്ടിച്ച ആളാണ്. സകല ജാതി മതസ്ഥരും യേശുവിനെ ചരിത്ര പുരുഷനായി അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് തീയതി എന്താ, ഇന്നത്തെ തീയതി ഏത് മാസമാണ്? മാർച്ച് മാസം 4-ാം തീയതി 2017 ആര് പറയുന്നു അവർ യേശുവിനെ പരോക്ഷമായിട്ട് പറയും? യേശു ഭൂമിയിൽ വന്നിട്ട് 2017 കൊല്ലം, ഒരു 4 കൊല്ലം കൂടി ആയെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ലോകത്തുള്ള സകലരും, ഡേറ്റ് പറയുന്ന സകലരും AD
അന്നാ ഡൊമിനി യേശുവിൻ്റെ കാലത്തെ ചരിത്ര പുരുഷനായി സകലരും, നാനാജാതി മതസ്ഥർ, ഭൂമിയിലുള്ള സകലരും യേശുവിനെ അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ചരിത്ര പുരുഷൻ എൻ്റെ ആരാണ്? ചരിത്ര പുരുഷൻ മറിയാമിൻ്റെ മകനായിരുന്നു, ജോസഫ് വളർത്തുപിതാവായിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരാൾ വന്നിട്ട് പോയി, ചരിത്രവും സൃഷ്ടിച്ചു, ശരി. പക്ഷെ ഞാനും ഇയാളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതറിയണം. അത് തിരുവചനത്തിലൂടെ ദൈവാത്മാവ് പറഞ്ഞെങ്കിലേ അത് മനസ്സിലാവുകയുള്ളൂ. ബുദ്ധിയിൽ ഇത് മനസ്സിലാകുകയില്ല, അത് വെളിപ്പാടായിട്ട് വരേണ്ടതാണ്. കന്യാമറിയാമിനൊരു ഭർത്താവ് വിവാഹ നിശ്ചയം കഴിഞ്ഞ് വീട്ടിൽ താമസിക്കുന്നുണ്ട്. 2 മുറിയിൽ അവർ താമസിക്കുക. യഹൂദ നിയമപ്രകാരം കല്യാണം നിശ്ചയം കഴിഞ്ഞാൽ കല്യാണം നടക്കുന്ന 1 കൊല്ലം വരെ രണ്ടുപേരും പരിശോധിച്ചുകൊണ്ട് ഇവൾ കന്യക തന്നെയാണോ, ഇയാൾ നീതിമാൻ തന്നെയാണോ, ഇത് കല്യാണം ദൈവം അംഗീകരിക്കുമോ, ഇത് കൊള്ളാവോ വേണോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി 1 കൊല്ലം ഒരേ വീട്ടിൽ 2 മുറിയിൽ അവരെ പരിശോധിച്ചുകൊണ്ട് പരിശോധനയുടെ കാലത്ത് കഴിയും. വിവാഹബന്ധമില്ല, പക്ഷേ കല്യാണ നിശ്ചയം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവുമാണ്. പക്ഷെ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വിവാഹ നിശ്ചയം വിവാഹമായി മാറണം. വിവാഹം കഴിഞ്ഞിട്ടേ അത് പറ്റുള്ളൂ. അങ്ങനെ ഒരു കാലം പഴയ നിയമത്തിലുണ്ടായിരുന്നു. ഇവൻ എൻ്റെ ജീവിത പങ്കാളിയാകാൻ വാസ്തവത്തിൽ അർഹനാണോ, ഇവളെൻ്റെ ജീവിത പങ്കാളിയാൻ ഇവൾ അർഹയാണോ എന്ന് പരിശോധിക്കാൻ 1 കൊല്ലം കൊടുക്കുമായിരുന്നു. അതിനുശേഷം വിവാഹം നടക്കുമായിരുന്നുള്ളൂ. പക്ഷെ കന്യാമറിയാമിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഭർത്താവായിരുന്ന ജോസഫുമായിട്ട് ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ കന്യാമറിയാമിനോടെന്ന് പറയുന്നത്, നീ വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു കന്യകയാണെങ്കിലും കന്യകയായിരുന്നുകൊണ്ട് തന്നെ കന്യാഗർഭിണിയായി മകനെ പ്രസവിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ നിന്നെ ദൈവം വിളിച്ചിരിക്കുകയാണ്. യെശയ്യാ 7:14 നിന്നിൽ നിവൃത്തിയാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ കന്യകയായിരിക്കുമ്പോൾ തന്നെ നിനക്കൊരമ്മയാകാൻ സാധിക്കും എന്ന് പറഞ്ഞ ആ കാര്യം വെളിപ്പെട്ടപ്പോഴാണ് മനസ്സിലായത്, ഉറച്ചിരിക്കുന്ന കല്യാണമല്ല നടക്കേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് പരിശുദ്ധാത്മാവിന്റെ നെല്ലടിയിൽ കന്യയായിരുന്നുകൊണ്ട് തന്നെ ദൈവപുത്രനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ഒരു ജോലി തനിക്കുണ്ട്, അതിനൊരു വിളി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കന്യാമറിയാമിന് അന്നേരമാണ് ബോധം വീണത്. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ കാര്യങ്ങൾ. അതുകൊണ്ട് അത് ദൈവപദ്ധതിയാണെങ്കിൽ ഉറച്ചിരിക്കുന്ന കല്യാണം കൊണ്ട് പോട്ടെ, കന്യയായിരുന്നുകൊണ്ട് തന്നെ ഇപ്പോഴേ ഗർഭിണിയായേക്കാം, പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വരട്ടെ, പരിശുദ്ധാത്മാവിന് നെല്ലടിയിൽ അതങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ കന്യക ഗർഭിണിയായി. പക്ഷെ പുരുഷനുമായിട്ട് ബന്ധവുമില്ല, കന്യക തന്നെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി അതാണെന്ന് മനസ്സിലായപ്പോഴാണ് മാതാവിന് പുതിയ ചരിത്രം ഉണ്ടായി. മാതാവിന് പുതിയ ചരിത്രം ഉണ്ടായി, ചരിത്രത്തിൽ ഭൂമിയിലും ഒരു പുതിയ ചരിത്രം ഉണ്ടായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പുതിയ ചരിത്രം ഉണ്ടാക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയുമായി മാലാഖ നമ്മളെ സന്ദർശിക്കണം. തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റി എഴുതി അങ്ങനെ നമ്മളും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി മാറിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കന്യാമറിയാമിന് മനസ്സിലായി, സ്വർഗത്തിലെ പിതാവ് തന്നെ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായി ലോകത്തിൽ അവതരിക്കുന്ന ദൈവത്തിന് ജന്മം കൊടുക്കുവാൻ, ദൈവത്തിന് മാംസം ധരിക്കുവാൻ എൻ്റെ ശരീരം ആവശ്യമാണെന്ന് പറയെങ്കിൽ എൻ്റെ ശരീരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഉദരത്തിൽ ദൈവപുത്രൻ മാംസം ധരിക്കുക എന്ന പരിപാടി ആരംഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ അതുപോലൊരു കാര്യം മാമോദിസായിൽ ആരംഭിച്ചിട്ടുണ്ട്. മാമോദിസായിൽ കന്യാമറിയാമിൻ്റെ ഉള്ളിൽ ജനിച്ച അതേ യേശു നമ്മുടെ ഉള്ളിലും ജനിച്ചിട്ടുണ്ട്. ആ യേശുവിനെ മാംസം കൊടുത്ത് വളർത്തിയെടുക്കാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ബോധ്യം വന്നിട്ടുണ്ടോ? ആ ബോധ്യം വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാവുകയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ യേശുവും അല്ലെ ദൈവപുത്രനും ഞാനെന്നുള്ള ബന്ധം എന്താണ്? ആ കാര്യം ദൈവം വെളിപ്പെടുത്തിയാലേ അറിയോ. ചരിത്ര പുരുഷനായി, ഒരു മതസ്ഥാപകനായോ, ഒരു തത്വചിന്തകനായിട്ടോ, ഒരു നബിയായിട്ടോ, ഒരു പ്രവാചകനായിട്ടൊന്നും അംഗീകരിച്ചാൽ പോരാ. അങ്ങനെയൊക്കെ പലരും വിചാരിക്കുന്നുണ്ട്. യേശുവിനെ നബിയായി അംഗീകരിക്കുന്നവരുണ്ട്, പക്ഷേ രക്ഷകനായിട്ട് തിരിച്ചറിയാൻ ദൈവപുത്രനായിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ പലതരത്തിൽ പല ധാരണകളുമായി പലരും കഴിഞ്ഞുകൂടുന്നു. അപ്പോസ്തലനായ പൗലോസിന് താൻ ശൗലായിരിക്കുന്ന കാലത്ത് തനിക്ക് കിട്ടിയതായ ധാരണ, ഇവൻ ഒരു കള്ളനാണ്, കള്ളപ്രവാചകനാണ്, ഇവൻ മനുഷ്യരെ കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലത്ത്, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നട്ടുച്ചയ്ക്ക് തൻ്റെ കണ്ണ് പൊട്ടിച്ചുകൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെട്ട് അറേബ്യയിൽ തപസ് ചെയ്ത് താൻ അവിടെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചപ്പോൾ മനസ്സിലായ കാര്യമാണ്, ഞാൻ അവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്, അവനാണ് സകലത്തിൻ്റെയും കാരണഭൂതൻ,
അവൻ സകലതും അവന് വേണ്ടിയാണെന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ ചൊല്ലിട്ടു, പരിപാടി മുഴുവൻ ഞാൻ മാറ്റി വെച്ചതാ, ഉടയക്കാരാ എന്നെ നീ പിടിച്ചു. അപ്പോൾ ഗലാത്യർ 2:20 പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, നീ ആ ഉടയക്കാരൻ, നിനക്ക് വേണ്ടി ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ ഇത്രയും നാളും അന്യായമാണ് കാണിച്ചത്, അനീതിയാണ്. ഞാൻ എനിക്ക് വേണ്ടി ഏതാണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റേതാണ്, എനിക്ക് എൻ്റെ ഏതാണ്ട് കാര്യം സാധിക്കാനെന്ന് ഞാൻ ജീവിച്ചു. മറ്റുള്ളവരെല്ലാം ഞാൻ ചൂഷണം ചെയ്യുകയായിരുന്നു, ഞാൻ അനീതിയാണ് ചെയ്തത്. ഇതാ എന്നെ തന്നെ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ജന്മസാഫല്യം അടയാൻ തുടങ്ങി. അപ്പോഴാണ് ശൗൽ പൗലോസായി, എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതും ക്രിസ്തു എൻ്റെ പിതാവിന് എനിക്ക് നൽകപ്പെട്ട ജീവിത പങ്കാളിയാണ്. ആ ജീവിത പങ്കാളിയായ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ? എൻ്റെ ഉള്ളിൽ ജനിച്ച് യേശു ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ, അത് ചത്തുപോയോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഗർഭിണിയായിരിക്കുന്ന ഒരു അമ്മയ്ക്ക് ഉണ്ടാകാവുന്ന വലിയൊരു ദുഃഖമാണ് തൻ്റെ കുഞ്ഞ് വയറ്റിൽ കിടന്നിനെ ചത്തുപോവുക എന്ന് പറയുന്നത്. വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. മാമോദീസായിൽ നമ്മൾ ജനിച്ച് യേശു ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? ആ യേശു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഹേരോദാവ് അതിനെ കൊന്നോ? ഇങ്ങനെ ഒത്തിരി അപകടങ്ങൾ ഭരണം ചെയ്തിട്ടാണ് യേശു 33.5 വയസ്സിൽ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ അത്രയും അപകടങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ആ അപകടങ്ങളെ അതിജീവിച്ചുകൊണ്ട് യേശു നമ്മളിൽ ജീവിക്കുന്നുണ്ടോ? നമ്മൾ യേശുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. പിതാവ് പുത്രനെ നമുക്ക് തന്നു, നമ്മളെ പുത്രനും കൊടുത്തു. നമ്മളിത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഈ തിരിച്ചറിവിന് ശേഷം മാത്രമേ നമുക്ക് സന്തോഷിക്കാനൊക്കെ ഉള്ളൂ, ജന്മസാഫല്യം അടയാൻ സാധിക്കൂ എന്നുള്ള കാര്യം ഓർമ്മിക്കും. അങ്ങനെ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിനേക്കാൾ അധികം അമ്മയെ സ്നേഹിച്ചാൽ ദൈവം സമ്മതിക്കും, യേശു സമ്മതിക്കും. ക്രിസ്തുവിനേക്കാൾ അധികം അപ്പനെയോ അമ്മയോ മകളെയോ മരുമകളെയോ സ്നേഹിച്ചാൽ സമ്മതിക്കുമോ? ആ ബന്ധം ഒരു ബന്ധനമാണ് യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ. മനസ്സിലായോ? കർത്താവ് എന്തിനാ വാളും കൊണ്ട് വന്നെന്നറിയാവോ? നമ്മൾ ലോകത്തിൽ പറന്നു കഴിയുമ്പോൾ കൊച്ചിൻ്റെ വിചാരം അമ്മ എൻ്റേതാണ്, അമ്മയുടെ അമ്മഞ്ഞായ എൻ്റേതാണ്, വലിച്ചു കുടിക്കുക. ഇതെനിക്ക് കിട്ടിയത് എൻ്റേതായത് അല്ല. ആണ് തന്നെ. പക്ഷേ അത് എന്തിനു വേണ്ടിയാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയ്ക്കൊരു കുഞ്ഞിനെയും കൊടുത്തിരിക്കുന്നത്? യേശുവിന് വേണ്ടി വളർത്തി കൊടുക്കാനാ. ആ ബോധത്തിലാണോ കുഞ്ഞിനെ ഗർഭം ധരിച്ചത്? ആ ബോധത്തിലാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്നത്. ഇത് എൻ്റെ കുഞ്ഞല്ല, ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, എന്നെ വളർത്താൻ ഏൽപ്പിച്ചത്, എനിക്കതിനുള്ള പ്രതിഫലം ദൈവം തരും. പക്ഷേ ഇത് എൻ്റേതാണെന്ന് കല്യാണം കഴിച്ചാൽ പോലും സമ്മതിക്കാത്ത അമ്മമാരുണ്ട്. കല്യാണം കഴിച്ചാൽ പോലും അമ്മമാരുടെ വിചാരം മോൻ എൻ്റേതാണ്, എൻ്റെ കയ്യിൽ അവനിരിക്കണം, മരുമകൾക്ക് വിട്ടുകൊടുക്കുകയില്ല. എന്താ? അതുകൊണ്ട് എത്ര കുടുംബങ്ങൾ തകർന്നു പോയെന്നറിയാവോ? അതുകൊണ്ട് നമ്മൾ ഈ ബോധം നേരത്തെ ഉണ്ടാകണം. ഞാൻ എൻ്റേതല്ല, ഞാൻ ദൈവത്തിൻ്റെതാണ്. ദൈവം എന്നെ, സ്വർഗത്തിലെ പിതാവ് എന്നെ ദൈവപുത്രന് കൊടുത്തു, ദൈവപുത്രനെ എനിക്കും എന്നെ ദൈവപുത്രനും കൊടുത്തിരിക്കുകയാണ്. ആ ബന്ധം ശരിയായെങ്കിലേ ബാക്കി ബന്ധങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹകരമാകുകയുള്ളൂ. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ഈ കാര്യം പറയാൻ വേണ്ടി ഉള്ള കള്ളസമാധാനം എല്ലാം കളഞ്ഞു. ഏതാ കള്ളസമാധാനം എന്നറിയാവോ? കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്കൊരു സമാധാനം, കുഞ്ഞിനൊരു സമാധാനം, അപ്പനൊരു സമാധാനം, വീട്ടുകാർക്കെല്ലാം സമാധാനം. കൊച്ചു കിടന്ന് കരഞ്ഞപ്പോഴായി സംഭവിച്ചത്. കൊച്ചു കിടന്ന് നീറി കീറി കരയുമ്പോൾ അമ്മ ഇച്ചിരി പാല് കൊടുത്തപ്പോൾ എല്ലാവരുടെയും സ്വസ്ഥമായി. കൊച്ചിൻ്റെ കരച്ചിൽ തീർന്നല്ലോ, ഒന്ന് ഉറങ്ങാമല്ലോ. പാതിരാത്രിക്ക് ഉറക്കത്തിനിടയിലാണ് ഈ കൊച്ചു കിടന്ന് കീറുന്നെങ്കിൽ ആർക്കെങ്കിലും ഉറങ്ങാനും പോകും. അപ്പോൾ അമ്മ അതിന് പാല് കൊടുത്താൽ എല്ലാ മുറി കിടക്കുന്നവർക്കും സമാധാനം, കൊച്ചിന് പാല് കിട്ടുന്നുണ്ട്, കൊള്ളാം. പക്ഷേങ്കിൽ ആ സമാധാനം എത്ര നാൾ നിൽക്കും? അത് താൽക്കാലികമാണ്. ആ സമാധാനം മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായുള്ള ബന്ധം, സഹോദരങ്ങളുമായുള്ള ബന്ധം തൽക്കാലത്തേക്ക് കിട്ടുന്ന സമാധാനം, അത് പിന്നെ പോയില്ല, കളയും. കാരണം എന്താ? ഇത് നമ്മൾ യേശുവിൻ്റേതാണെന്ന് അറിയാൻ വേണ്ടി യേശു തന്നെ വന്ന ഈ ബന്ധങ്ങളുടെ ഇടയ്ക്കെല്ലാം വാള് വെക്കും. ഈ കള്ളസമാധാനം കൊണ്ടിരിക്കണ്ട, നീ എൻ്റെ കൂടെ വന്നെങ്കിൽ, നീ എനിക്ക് കിട്ടിയെങ്കിലേ ശരിയായ സമാധാനം എനിക്ക് തരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് Efesiയർ 2:14 അവൻ എൻ്റെ സമാധാനം എന്ന് ആര് പറഞ്ഞു? പൗലോസ് പറഞ്ഞു. അവനാണ് എൻ്റെ സമാധാനം. പൗലോസ് അതിനു മുമ്പേ കപടഭക്തനായി ജീവിച്ചിരുന്നപ്പോൾ തന്നെ സഭയിൽ താൻ ഭക്തനാണെന്ന് വിചാരിച്ചപ്പോൾ കിട്ടിയൊരു സമാധാനം, പരീക്ഷനായി ജീവിച്ചപ്പോൾ കിട്ടിയൊരു സമാധാനം, അതെല്ലാം കർത്താവ് കളഞ്ഞു. താൻ ഭക്തനാണെന്ന് വിചാരിച്ചപ്പോൾ അതും കളഞ്ഞു. എല്ലാം തല്ലി തകർത്തിട്ട് കണ്ണും അങ്ങോട്ട് പൊട്ടിച്ചു. അതിൻ്റെ ശേഷം ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നയാളാണ്, നിന്റെ ഇടയക്കാരനാ, നിന്റെ സ്വന്തമാണ്, നിന്റെ ഭർത്താവാണ്, നിന്റെ വീണ്ടെടുപ്പുകാരനാണെന്നെല്ലാം പറഞ്ഞ് സമ്മതിച്ച് അവൻ ആ യേശുവിന് തൻ്റെ ഉള്ളിൽ ജീവിക്കാൻ വേണ്ടി മരുഭൂമിയിൽ മാറി എന്ന് ശരിക്കും നീ ജീവിച്ചോ എന്നൊന്ന് എല്ലാ പരിപാടിയും മാറ്റി അവധിയെടുത്ത് അങ്ങോട്ട് ഇരുന്ന് കൊടുത്തു. അപ്പോൾ ആൾക്ക് സന്തോഷമായി, കർത്താവിന് സന്തോഷമായി. കർത്താവ് ശരിക്ക് ഈ പൗലോസ് അങ്ങ് ജീവിക്കാൻ തുടങ്ങി.
അപ്പോൾ പൗലോസിന് സമാധാനം, കർത്താവിന് സന്തോഷം. ഇങ്ങനെ കർത്താവിനും സന്തോഷം കൊടുത്തെങ്കിലേ നമുക്ക് സന്തോഷം കിട്ടുമെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് യേശു വാളും കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ഒരാഴ്ച കാലത്തെ നമ്മുടെ നോമ്പ് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ യേശു വചനമാകുന്ന വാളും കൊണ്ടുവന്ന് സമാധാനം കളഞ്ഞതിന് നന്ദി പറഞ്ഞിട്ട്, യേശുവെ നീ എന്നിൽ ജീവിച്ചിട്ട് എന്നെ നിനക്കും കിട്ടിയിട്ടുള്ള നിത്യസമാധാനം മതി, അതാർക്കും പിന്നെ കളയാൻ അധികയില്ല. യേശു തരുന്ന സമാധാനം ആർക്കും കളയാനൊക്കുകയില്ല, കളയാനൊക്കുന്നവർക്ക് കർത്താവെന്ന് കളയുകയും ചെയ്യും. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യേശുവിലായി പുതിയ സൃഷ്ടിയായി കിട്ടുന്ന ആ ബന്ധം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിക്ക് മാത്രമേ സ്വസ്ഥത ഉണ്ടാവുള്ളൂ. പഴയ സൃഷ്ടി വല്ലയിടത്തും കള്ളിപ്പിടിച്ചിരിക്കും. അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും നാഥുവിനെയും ഇവരെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ടിരുന്നാൽ അധികം നാളൊന്നും നിൽക്കപ്പെടുകയില്ല. കർത്താവ് എന്ന വാള് വെച്ച് അതെല്ലാം വെട്ടി എല്ലാവരും ഒറ്റപ്പെടുത്തും. അപ്പോൾ ആരും നിരാശപ്പെടേണ്ട, ഇത് ഒടേക്കാരൻ്റെ പണിയാണിത്. അവരിൽ നിന്നെല്ലാം എന്നെ മുറിച്ചടർത്തിയെടുത്ത് എന്നോട് പറ്റി ചേർത്തിട്ട് യേശുവിനെ കിട്ടിക്കഴിഞ്ഞ് യേശു എല്ലാവരെയും തമ്മിൽ ഒന്നാക്കുമെന്നൊരു വചനമുണ്ട്. അതെവിടെയാണെന്നറിയാവോ? എഫേസ്യർ 1:9 സകലരെയും തനിക്കുള്ള സകലരെയും താൻ ഒന്നാക്കുമെന്ന് എഴുതിയിരിക്കുന്നു. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചത് ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ ദൂരെയായിരിക്കുന്ന എല്ലാവരെയും ഒന്നാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വാളുകൊണ്ട് മുറിക്കാൻ മാത്രമല്ല ഒട്ടിക്കാനും എനിക്കറിയാം. മുറിവുകളിൽ തന്നെ മുളയൊട്ടിച്ച് നമ്മളെ കർത്താവിന് സ്വന്തമാക്കാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന എല്ലാ മുറിവുകൾക്കും ചതവുകൾക്കും എല്ലാ വേദനകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവെ നീ വന്നോ, ഒടേക്കാരാവെന്ന് കൈയേറ്റോ, എൻ്റെ മുറിവുകളിൽ നീ തന്നെ വളർന്നോ എന്ന് പറഞ്ഞ് നമുക്ക് കർത്താവ് വാളും കൊണ്ട് വന്നതിന് നന്ദി പറഞ്ഞിട്ട്, കർത്താവിനേക്കാൾ അധികം ആരെങ്കിലും സ്നേഹിച്ചെങ്കിൽ ആ സ്നേഹത്തിന്റെ ബന്ധം ഒരു ബന്ധനമാണ്, അറിഞ്ഞിരിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന യേശുവിനെ കൂടാത്ത ബന്ധങ്ങൾ മുഴുവൻ ബന്ധനമാണ്, അത് ശാപവുമാണ്. ഒടേക്കാരൻ്റെ കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അനുഗ്രഹം കിട്ടുള്ളൂ. അതുവേണ്ടി അവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന, പാവോചന പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവായിക്ക് സ്തുതിയാതിന്റെ കനികളുണ്ടായിരിക്കട്ടെയാണ്. വിജയകരവും അനുഗ്രഹകരവുമായ വലിയ നോമ്പിന്റെ 1-ാം വാരത്തിന്റെ സമാപനത്തിലെ 1-ാം ശനിയാഴ്ച ദിവസവും കർത്താവിനെ ആരാധിപ്പാനും ധ്യാനിപ്പാനും നമ്മളെ കൂട്ടിവരുത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. വന്നിരിക്കുന്ന എല്ലാവരും യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ഒരാഴ്ച നോയമ്പെടുത്തതിൻ്റെ അനുഗ്രഹം ഇപ്പോൾ എന്താണ്, എങ്ങനെയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളിന്ന് വായിച്ചു കേട്ട തിരുവചന പ്രകാരം മാർ അപ്രേമും മാർ തേവദോറോസും അവരെങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി, അവർക്ക് എങ്ങനെ കർത്താവിൽ സന്തോഷിക്കുവാനും ജീവിക്കുവാനും വിശുദ്ധരാകുവാൻ കഴിഞ്ഞു. അവർക്ക് കിട്ടിയ ബന്ധങ്ങൾ മുഴുവനും ബന്ധനമാകാതെ അതിനെ അറുത്തു മുറിച്ച് കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് അവരൊന്നാം സ്ഥാനം കൊടുത്തു. അങ്ങനെ അവർ പരിശുദ്ധരായിത്തീരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അശുദ്ധരാക്കുന്നതും നമ്മളെ ബന്ധിക്കുന്നതും നമ്മളെ ശാപമുള്ളവരാക്കുന്നതും ബന്ധങ്ങളിൽ കൂടിയാണ്. നമുക്കെല്ലാം അനേകരുമായ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. വന്നു ചേർന്ന ബന്ധമുണ്ട്, നമ്മൾ കയറി ബന്ധം ഏറ്റുവാങ്ങിയവരുണ്ട്, നമ്മളെ നിർബന്ധിച്ച് ഏൽപ്പിച്ച ബന്ധങ്ങളുണ്ട്. ഏത് ബന്ധമായാലും യേശുവിനെ കൂടാതെയുള്ള ബന്ധങ്ങൾ ബന്ധനമാണ്. ബന്ധനം നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തും. അത് നമ്മുടെ ശക്തിയെല്ലാം അവരിലേക്ക് ചോർത്തിക്കളയും, ദൈവത്തെ നമുക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഈ ബന്ധത്തിന്റെ ബന്ധനമില്ലാത്തവരാരും ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന സന്ദേശം ഇതാണ്: ഇതെല്ലാവർക്കും ഉള്ള ഒരു ബന്ധനമാണ്. കാരണം നമുക്ക് യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നതിനും വളരെ അറിയേണ്ടി വരും. രക്ഷിതാവായ ക്രിസ്തുവിനെ കിട്ടുന്നതിന് മുമ്പ് നമുക്ക് പലരെയും കിട്ടിയിട്ടുണ്ട്. പലരും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒത്തിരി ദോഷം ചെയ്തിട്ടുമുണ്ട്, അത് ശാപമായിട്ടുമുണ്ട്. യേശുവിനെ സ്നേഹിക്കാത്ത ഏവരും ശപിക്കപ്പെട്ടോ എന്നൊരു വചനമുണ്ട്. എവിടെയാ? 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിന്റെ എത്രാം വാക്യത്തിലാണ്? എല്ലാവർക്കും ഉള്ള ശാപം യേശുവിനുള്ള സ്നേഹക്കുറവാണ്. കാരണം എന്നാ? യേശുവിന് വേണ്ടി അല്ലെങ്കിൽ പുത്രന് വേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് അവൻ മുഖാന്തരം സകലും, അവൻ മുഖാന്തരം അവൻ എല്ലാം ഉണ്ടായി, എല്ലാം അവന് വേണ്ടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ യേശുവിനെ കൂടാതെ പലരോടും പലതരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ശാപത്തിന്റെ കാര്യം എത്രാം വാക്യത്തിലാണ് പറയുന്നത്? 1 കൊരിന്ത്യർ 16:20 22 1 കൊരിന്ത്യർ 16 എത്രാം വാക്യത്തിലെ യേശുവിനെ കൂടാത്ത സ്നേഹം, യേശു ഇല്ലാത്ത സ്നേഹം ശാപമാണ്. എത്രാം വാക്യമാണ്? 22. 1 കൊരിന്ത്യർ 16:22 പറയാം. എല്ലാവർക്കും ചേർന്ന് പറയാം, എന്ന് പറഞ്ഞാട്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാത്ത ഏവനും, അത് ഞാനും ശപിക്കപ്പെട്ടാന്ന് പറഞ്ഞാൽ. കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്ത ഞാൻ ശപിക്കപ്പെട്ടത്. അപ്പൊ യേശുവിനെ സ്നേഹിക്കാത്ത ഞാനും സ്നേഹിക്കാത്ത ഏവരും ശപിക്കപ്പെട്ടവർ. അങ്ങനെ ഒരു ശാപം നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്.
അത് തിരിച്ചറിയണം. ആ ശാപം മാറിക്കഴിഞ്ഞേ അനുഗ്രഹം വരുള്ളൂ. നമ്മുടെ സ്വയവും ജഡവും പിശാചിന് ഒളിച്ചിരിക്കാനുള്ള സ്ഥലവുമാണ്. ദൈവത്തിന്റെ ശത്രുവായ പിശാചിന് ഒളിച്ചിരിക്കാനുള്ള ഒത്തിരി ഒളിപ്പിടങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അമിതമായ മമത പിശാചിന്റെ ഒളിപ്പിടമാണ്. അമിതമായ മമതയിലാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ച് വളരുന്നത്. അതിനകത്തെല്ലാം പിശാചുമുണ്ട്, ബന്ധനവുമുണ്ട്, ശാപവുമുണ്ട് അതിനകത്ത്. ഇത് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. ഇത് പിശാച് വളരെ വിദഗ്ധമായ രീതിയിൽ ആ ബന്ധനങ്ങൾ അന്ധകാരത്തിൽ മൂടി വെച്ചിട്ട് നമ്മുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ചു കളയും. മനസ്സിലായോ? നമുക്ക് ശാപം വരുന്ന വഴി ഏതാണെന്ന് അവൻ മറച്ചു കളയും. എങ്കിലും അവനവിടെ താമസിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവൻ വളരെ ബുദ്ധിപൂർവം ശാപവും അശുദ്ധിയും എന്ന വഴികൾ അടച്ചു വെച്ചിരിക്കുകയാണ്, മറച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ അന്ധകാരത്തിന് കൊണ്ട് അവൻ അത് തന്നെ ഒരു ബന്ധനമാക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വെട്ടം വന്നാലേ, പരിശുദ്ധാത്മാവിന്റെ പ്രകാശനം ലഭിച്ചെങ്കിൽ മാത്രമേ ശാപം വിടുന്നുവെന്നോ കാരണം കൂടാതെ ശാപം പറ്റുകയില്ലെന്ന സദൃശവാക്യം 26:2 നമുക്കെല്ലാം ശാപമുണ്ട്, ഏറ്റക്കുറിച്ചിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സദൃശവാക്യം 26:2 ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു തന്നാട്ട്. 26 സദൃശവാക്യം 26:2 പറയുന്നത് എന്താണ്? കുരുവി പാറിപ്പോകുന്നത് പോലെയും പറന്നു പോകുന്ന പോലെയും കാരണം കൂടാതെയുള്ള ശാപം പറ്റുകയില്ല. ഒരു ഉപമ പറഞ്ഞാ പറയുന്നത്. കുരുവിക്കൂടിനകത്ത് കുരുവി വളരെ സുഖമായിട്ട് കഴിയുക. അത് ഓടി പാറി പോകണമെങ്കിൽ അതിനകത്ത് അതിനെന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായി കാണും. പക്ഷി എവിടെയെങ്കിലും സ്വസ്ഥമായിരിക്കുന്നു, അത് പെട്ടെന്ന് പറന്നു പോയെങ്കിൽ അതിന് പേടിപ്പിക്കുന്ന ഏതോ കാര്യം അവിടെ എന്ന് പറഞ്ഞതുപോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. നമുക്കെല്ലാം ശാപമുണ്ട്. ശാപം പറ്റിയതിന്റെ കാരണം നമ്മൾ തപ്പി നടക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് അതിന്റെ ഒന്നാമത്തെ ആള്. ആ കാര്യം നമ്മൾ തിരിച്ചറിയണം. പിശാച് അത് മറച്ചു വെച്ചുള്ളത്. അപ്പൊ ശാപം പറ്റാനുള്ള കാരണം സ്നേഹക്കുറവാണെന്ന് 1 Corinthians 16:22 നമ്മൾ വായിച്ചു. സ്നേഹം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത്? യോഹന്നാൻ 14:21 എന്റെ കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ നമ്മളെല്ലാ കാര്യവും നമുക്ക് വേണ്ടി പിതാവ് തന്ന ജീവിത പങ്കാളിയായ കർത്താവിനോട് ചോദിച്ചു പറഞ്ഞ് അനുവദിച്ചേ ചെയ്യാവൂ. അതാണ് സ്നേഹം. കർത്താവിനോടും ഭർത്താവിനോടും ചോദിക്കാതെ ഭാര്യ ചെയ്യുന്നതെല്ലാം ശാപവും പാപവുമാണ്, ബന്ധനവുമാണ്. ഇപ്പൊ ഭർത്താവ് അറിഞ്ഞ ഒരു കുടുംബത്തിൽ ഒരു കാര്യം നടക്കാവും. എല്ലാ കാര്യവും ഭർത്താവ് അറിഞ്ഞിരിക്കണം. അവർ രണ്ടുപേരും കൂടെ അനുവദിക്കുന്ന കാര്യം ചെയ്താലേ അവർ കൂടെ കാണുകയുള്ളൂ. അല്ലെങ്കിൽ അതിനോട് പിശാചും വേറെ വലിയവരൊക്കെ കണ്ടെന്നിരിക്കും. അത് ഈ കുടുംബത്തിന് ശാപമായി തീരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യവും നമ്മുടെ തലയായ കർത്താവിനോട് ചോദിച്ചിട്ടാണോ അവയവമായി നമ്മൾ പ്രവർത്തിച്ചത്? റോമർ 12 നമ്മൾ സഭയാകുന്ന ശരീരത്തിന്റെ തലയായ കർത്താവിന് ചെയ്യേണ്ട ഉടലാണെന്ന് എഴുതിയിരിക്കുന്നത്. ഉടലിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ അനുവാദമില്ല. എന്നാൽ നിർഭാഗ്യവശാൽ നമുക്കൊരു തലയുണ്ടായിപ്പോയി. അതിന് കുഴപ്പമില്ല. മറ്റു തലകളെ അവഗണിച്ചുകൊണ്ട് എന്നെ എവിടെയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമുക്കുള്ള ഏറ്റവും വലിയ ശാപം. നമുക്കൊരു തലയുണ്ട്, നമുക്കൊരു ചിന്തയുണ്ട്, നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മുടെ മുകളിലുള്ള തലകളോട് ചോദിക്കാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ അത് ശാപവും ബന്ധനവും ശിക്ഷയും കുറ്റകരവുമാണ്. ഒരു ഓഫീസർ അറിയാതെ ഒരു ക്ലർക്ക് എന്തെങ്കിലും തീരുമാനം എടുത്ത് എന്തെങ്കിലും എഴുതി അങ്ങോട്ട് വിട്ടാൽ എങ്ങനെ ഇരിക്കും? ഓഫീസർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് തെറ്റാണ്, അത് ഫൗളാണ്, അത് അവന്റെ ജോലി പോകാൻ അത് മതി. അങ്ങനെ മുകളിലത്തെ തലകൾ അറിയാതെ താഴെയുള്ള തല ഒന്നും ചെയ്യാൻ പാടില്ല. താഴത്തെ തല മുകളിലത്തെ തലയിലേക്ക് ഫോർവേഡ് ചെയ്യാനാ കാര്യങ്ങൾ. അവിടുന്ന് ഇങ്ങോട്ട് തരുന്ന കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാനാണ് നമ്മുടെ തലകൾ. സ്ത്രീക്ക് എത്ര തലയുണ്ടെന്നാ 1 Corinthians 11 പറയുന്നത്? എത്ര തലയാണ്? സ്വന്തം തല, ഭർത്താവിന്റെ തല, കർത്താവിന്റെ തല, പിതാവിന്റെ തല, 4 തലയുള്ളപ്പോൾ ഭാര്യമാരെ ഉള്ള ഭാരമെല്ലാം ഉള്ള കാര്യമെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് വിഷമിക്കേണ്ടത് വല്ല കാര്യമുണ്ടോ? ഒരു ഭാര്യയ്ക്ക് തന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ ഭാരങ്ങളും സങ്കടങ്ങളും സ്വർഗത്തിലെ അപ്പച്ചനെ അറിയിക്കാം. സുപ്രീം ഹെഡ് അപ്പച്ചനത് പുത്രനുമായി പങ്കിടും. പുത്രനത് നമുക്കും കർത്താവിനിടയിലുള്ള തലകളുമായി പങ്കിടും. അവരെല്ലാവരും കൂടെ പങ്കിട്ടിട്ട് ഒരു കൊച്ചു ഭാരം മാത്രമേ നമ്മുടെ തലയിൽ വരുള്ളൂ. ആ ഭാരം വളരെ രസമാണ് എടുക്കാൻ. എന്റെ ചുമട് ലഘുവും എന്റെ ഭാരം മൃദുവുമാണ്. അപ്പൊ ഏതെങ്കിലും സഹിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ ആരെങ്കിലും കെട്ടിവെച്ചത് നമ്മൾ കയറിയെടുത്തതാണ്. അതിനാരാ ഉത്തരവാദി? നമ്മൾ തന്നെയാ. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം, കർത്താവെ ഞാൻ നിന്നെ കൂടാതെ പലതും ചിന്തിച്ചു, നീ തന്നതാണെന്നറിയാതെ സ്വന്തമാണെന്ന് വിചാരിച്ച് പലരും കയറിയെടുത്തു. പ്രേമ വിവാഹങ്ങളെല്ലാം പരാജയപ്പെടുന്നതിന്റെ കാര്യം തന്നെ. ചെറുക്കനും പെണ്ണനും കൂടെ കണ്ടു, ഇഷ്ടപ്പെട്ടു, നമുക്ക് പോയേക്കാമെന്ന് വിചാരിച്ചാൽ പോവുക. കുറെ കഴിയുമ്പോൾ അവരെ മനസ്സിലാകുന്നത് അതൊരു ബന്ധനമാണ്.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പിതാക്കന്മാരുടെയും അനുവാദമില്ലാതെ ഉള്ളതായ പ്രേമങ്ങളെല്ലാം തന്നെ ബന്ധനമാണ്. ആ ബന്ധം ഒരു ബന്ധനമാണ്. അതിനകത്ത് പിശാചുണ്ട്. അമിതമായ മമത അതിനകത്ത്, അതതിൻ്റെ ശാപം പിന്നെ മനസ്സിലാവും. ഏത് ബന്ധവും ഏത് കാര്യവും ആരെ അറിയിക്കണം? തലകളെ അറിയിച്ചിരിക്കണം, തലകളുടെ അനുവാദം വാങ്ങിക്കണം. അപ്പോൾ അവരെല്ലാം നമ്മുടെ കൂടെ കാണും, അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും കാണും, അവരുടെ സംരക്ഷണവും നമുക്ക് കാണും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, നമ്മൾ ജനിച്ച മിനിറ്റ് മുതൽ ബന്ധങ്ങൾ ബന്ധനമായി കിടപ്പുണ്ട്. ഈ കാര്യം അറിഞ്ഞിരിക്കണം. നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ബന്ധം അമ്മയോട്, അപ്പനോടും അമ്മയോടുള്ള ബന്ധമില്ലാതെ ജീവിക്കാൻ വളരെ സാധ്യമല്ല. പക്ഷെ ആ ബന്ധത്തിൽ പിശാചും കൂടി ഉണ്ട്, പാപം കൂടി ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ദാവീദ് 51-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ എൻ്റെ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ചു. അതിനകത്തൊരു പാപമുണ്ട്. കാര്യം തന്നെ, അപ്പനും അമ്മയും ദൈവത്തോടുള്ള സ്നേഹത്തിലൊന്നുമല്ല ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അവർക്ക് കുഞ്ഞുണ്ടാകാനുള്ള താല്പര്യം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്നേഹപ്രകടനത്തിനിടയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിപ്പോയി. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ദൈവത്തിനവിടെ വല്ല സാധനം വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഏത് കാര്യവും ഇത് കർത്താവെ ഞങ്ങളെ ഭാര്യാഭർത്താക്കന്മാരാക്കി നീ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്, നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്കൊരു ഒരു പൈതലിനെ നീ തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ തന്നാട്ട്, ഞങ്ങൾ സ്വീകരിക്കാം, ഞങ്ങൾ വളർത്ത് നിനക്ക് തീയെ തരാം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഗർഭം ധരിച്ചത്? അല്ലാത്തതുകൊണ്ടായി കിടന്ന് കളി കളിക്കുന്നവർ. കാരണം സമയമായിട്ടും കല്യാണം നടക്കുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ടും പിള്ളേരെ കിട്ടുന്നില്ല, ജോലി കിട്ടിയ ശമ്പളം കിട്ടുന്നില്ല, എല്ലാം ശാപത്തിന്റെ കെട്ടുകൾ. ഇതെല്ലാം മാറണമെങ്കിൽ ആദ്യം തൊട്ടേ ജനന സമയം മുതലുള്ളതായ ബന്ധങ്ങൾ ബന്ധനമായി കിടക്കുന്നതിന് യേശുവിന്റെ ആത്മാവിനും യേശുവിന്റെ വചനത്തിനും യേശുവിന്റെ രക്തത്തിനും മാത്രമേ വിടുവിക്കാൻ സാധിക്കുള്ളൂ. അതിപ്പോ ചെയ്യാൻ പോവുക വേണോ? ബന്ധങ്ങളുടെ ബന്ധനങ്ങൾ മാറി യേശുവിലുള്ള ബന്ധത്തിൽ കൂടെ മാത്രമേ എല്ലാം അനുഗ്രഹമാകുകയുള്ളൂ. അതെല്ലാം യേശുവിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ എല്ലാം ഭദ്രമായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ കാര്യം പൗലോസ്ലിയായ്ക്ക് മനസ്സിലായപ്പോൾ പൗലോസ്ലിയ ഒരു തീരുമാനമെടുത്തു. പൗലോസ്ലിയായുടെ ബന്ധനമായി മാറിയതിനെ എങ്ങനെയാ താൻ അതിജീവിച്ചെന്നുള്ള കാര്യം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചുവെന്നും അതുകൊണ്ട് എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ജീവിക്കുന്നവരിനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടിയും മരിച്ചു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ വാക്യം എന്ന് പറയാം. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അതുകൊണ്ട് ബന്ധങ്ങളെല്ലാം റീസെറ്റ് ചെയ്യാൻ പോവാം. എല്ലാ ബന്ധവും മുറിച്ചേച്ച് റീസെറ്റ് ചെയ്യാൻ പോവാം. എന്താണെന്നറിയാം, പൗലോസ് അത് ചെയ്തു. 16-ാം വാക്യത്തിൽ, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, വീക്ഷിക്കുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം വീക്ഷിച്ചിരുന്നുവെങ്കിൽ ഇനിമേൽ അങ്ങനെ ചെയ്യുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും ഇവയെല്ലാം ദൈവത്തിൽ നിന്നാകുന്നു. അവർ ഞങ്ങളെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളെ നൽകിയിരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ മാതാപിതാക്കളിൽ ജനിച്ചത് ഒരു ബന്ധനമായിരുന്നു. അത് അപ്പനും അമ്മയ്ക്കും നമുക്കും ബന്ധനമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ നമുക്ക് ദുഃഖമോ സങ്കടമോ വിഷമോ വരുത്തുന്നത്. ഒരപ്പൻ മരിച്ചപ്പോൾ ഒരു മകൾക്ക് ബോധക്കേട് വന്നു. ഇന്നലെ ഞാനൊരു മരണ വീട്ടിൽ പോയി. മരണ വീട്ടിൽ എനിക്ക് പരിചയമുള്ള ഒരു സഹോദരിയുടെ അപ്പൻ മരിച്ചെന്ന് കേട്ടു. അദ്ദേഹം ഒരു ശുശ്രൂഷക്കാരനുമായിരുന്നു. ആ ശുശ്രൂഷക്കാരനൊപ്പം ഞാൻ പല സ്ഥലങ്ങളിൽ കുർബാന അർപ്പിച്ചിട്ടുണ്ട്. ആ ആൾ മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ആ മരണ വീട്ടിൽ ചെന്നപ്പോൾ ഡെഡ് ബോഡി മോർച്ചറിയിലാണ്. ഇന്നാണ് ശവസംസ്കാരം. എനിക്ക് ഇന്ന് എല്ലാം കാഞ്ഞ് ഇന്നലെ പോയി. എനിക്ക് പരിചയമുണ്ടായിരുന്ന സഹോദരി അവിടെ ചെന്നപ്പോൾ കാണാനില്ല. എന്താ കാര്യം? ഈ അപ്പൻ മരിച്ച കാര്യം സഹോദരിക്ക് അങ്ങോട്ട് സഹിക്കാൻ ഒക്കുന്നില്ല. അത് മാത്രമല്ല, സഹോദരിക്ക് ഒരു ആങ്ങള അറേബ്യയിലുണ്ടായിരുന്നു, അവിടുന്ന് വന്നു, കുടുംബസഹിതം വന്നു. ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് സഹിക്കാൻ പാടില്ലാത്ത വേദനയും സങ്കടം വന്നിട്ട് ബോധം കെട്ടുപോയി. ബോധം കെട്ട് കിടപ്പുണ്ട്. കാര്യം എന്നാ? ബന്ധങ്ങൾ ബന്ധനമായിരുന്നു. അപ്പനോടുള്ള ബന്ധം ഒരു ബന്ധനമായിരുന്നു, മകളോടുള്ള ബന്ധം ഒരു ബന്ധനമായിരുന്നു, ആങ്ങളയോടുള്ള ബന്ധം ബന്ധനമായിരുന്നു. ഇവരെല്ലാവരും അവിടെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബോധം കെട്ട് താഴെ വീണു. അവിടെ കിടപ്പുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? യേശുക്രിസ്തുവിൽ കൂടെ ബന്ധം റീസ്റ്റാബ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ബന്ധനത്തിൽ കിടക്കുന്നവരുടെ ഓരോ അനുഭവം നമ്മളെ തകർത്ത് കളയും.
പഴയ കാലത്തെ പഴയ നിയമത്തിലെ യാക്കോബിന് ഈ ബന്ധനത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. യാക്കോബിന് പലതിനോട് അമിതമായ മമതകളുണ്ടായിരുന്നു. യാക്കോബിനെ ശരിപ്പെടുത്തിയെടുക്കാൻ എത്ര നാളെടുത്തെന്നറിയാവും. യാക്കോബിന് അനുഗ്രഹത്തിനോട് ഭയങ്കര അമിതമായ മമത. അത് എതിരെയെങ്കിലും കിട്ടിയാൽ ചേട്ടൻ്റെ ആയാലും ഇത് തട്ടിയെടുക്കണം, എങ്ങനെ ആയാലും അതെനിക്ക് വേണം. അപ്പം അങ്ങനെ പല വഴികൾ വരും ഈ ബന്ധനങ്ങൾ. ഇങ്ങനെയുള്ള ആ യാക്കോബിന്റെ ബന്ധനം ഏറ്റവും അവസാനത്തെ കൊച്ചിനോട് ഭയങ്കര സ്നേഹം. ചില അപ്പന്മാർക്ക് ചില പിള്ളേരുടെ സ്നേഹം, ചില അമ്മമാർക്ക് അങ്ങനെ അവിടെ രണ്ട് ഗ്രൂപ്പ് കാണും, അപ്പൻ ഗ്രൂപ്പും അമ്മ ഗ്രൂപ്പും. ചില പിള്ളേർക്ക് അപ്പനോട്, ചിലവർക്ക് അമ്മയോട് ബന്ധം. അവർ അമിതമായ മമത, വാത്സല്യം ഭയങ്കരമാണ്. അത് കാണും മറ്റവർക്ക് അസൂയയും വരും. അപ്പോൾ യാക്കോബിന് യോസേഫിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതുകൊണ്ട് സ്പെഷ്യൽ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കണ്ടിക്കടി. അപ്പോൾ ഈ ഉടുപ്പ് വാങ്ങിക്കുമ്പോൾ എല്ലാത്തിനും ഒരുപോലെ വാങ്ങിച്ചു കൊടുത്തേക്കണം കേട്ടോ, അല്ലേ അത് അസൂയ ഉണ്ടാക്കുന്ന പരിപാടിയായിരിക്കും. എന്താ അതുകൊണ്ട് ഈ മോനങ്ങ് പോയില്ലേ, ആ മോനെ പിന്നെ കാണാനെത്തോ? അപ്പൊ അമിതമായ മമത കാണിച്ച ബന്ധവും ബന്ധനങ്ങളുമായി മാറിക്കഴിഞ്ഞാൽ ദൈവം തന്നെ ഇവരെല്ലാം മാറ്റിക്കളയും. മനസ്സിലായോ? അതുകൊണ്ട് യാക്കോബിന് യോസേഫിനോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര വാത്സല്യമായിരുന്നു. അത് അമിതമായ മമത ഒരു ബന്ധനമായിരുന്നു, ഒരു ശാപമായിരുന്നു. അതുകൊണ്ട് അവന് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചു കൊടുത്ത് ഉടുപ്പ് ഇട്ടുകൊണ്ട് പോയപ്പോൾ അത് തന്നെ അവരെ കൈക്കലാക്കി രക്തത്തിനകത്ത് നമുക്ക് തിരിച്ചേണ്ട, നീ കൊടുത്ത പിടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാ കുടുംബങ്ങളിലും, എല്ലാ പള്ളികളിലും, എല്ലാ ധ്യാനമന്ദിരത്തിലും ഇങ്ങനെ ഈ ബന്ധനമുണ്ട് കേട്ടോ. ചിലരോട് ഒരു പ്രത്യേക മമത, ചില കാര്യങ്ങളോടൊരു മമത. സൂക്ഷിച്ചോണം. എല്ലാ പരിപാടിയുടെ ഇടയ്ക്ക് ബാറയ്ക്കുമോറും മനോഹരം ചൊല്ലുന്ന എന്തിനാണെന്നറിയാവോ? ഈ അസുഖം എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ്. നല്ല ഒന്നാം തരമായിട്ട് ഒരു പാട്ട് പാടിക്കണമെങ്കിൽ പാട്ടിനകത്ത് രസം, പാടുന്നവരുടെ രസം, പാടിക്കുന്നവരുടെ രസം. നമ്മുടെ പിതാക്കന്മാർ നിന്നെക്കളത് ഞാൻ പാട്ടിലോ അതിൻ്റെ രാഗത്തിലോ സ്നേഹിച്ചു പോയെങ്കിൽ അതൊരു ബന്ധനമാവും. അത് വരാതിരിക്കാൻ ബാറയ്ക്കുമോറും കർത്താവ് അനുഗ്രഹം വേണം. ഞാൻ പാട്ടിനകത്ത് അത് ഞാൻ പാട്ടിലായിപ്പോയി, ക്ഷമിക്കണം. ഞാൻ ഈ പാട്ടിനേക്കാളും ട്യൂണിനേക്കാളും നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കളവൻ അച്ഛനായിരിക്കും ശുഭോലാഭോ ചൊല്ലുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ ദൈവമേ ഞങ്ങൾ നിന്നെ എല്ലാത്തിനേക്കാളും സ്നേഹിക്കുന്നു. പിന്നെയും പാട്ട്, ഇടയ്ക്കിടയ്ക്ക് പിന്നെയും പാറയ്ക്കുമോ, പിന്നെയും ശുഭോ, പിന്നെയും മനോഹരം. ഇത് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഈ അസുഖം എല്ലാവർക്കും ഉണ്ടെന്നാണ് പറഞ്ഞത്. എപ്പോൾ വേണേലും ഈ അസുഖം, എന്തിനോട് വേണേലും അമിതമായ മമത. എപ്പോൾ വേണേലും ഷുഗറും പ്രഷറും ടെമ്പറേച്ചറും കൂടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ ടെമ്പറേച്ചർ എപ്പോൾ വേണേലും പനിയായിട്ട് മാറാം. നമ്മുടെ പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്, ഷുഗറും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നും ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അത് അല്ലെങ്കിൽ എപ്പോഴും താഴെ വീഴുമെന്ന് അറിയാനൊക്കില്ല. ഇതുപോലെ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ ഈ മമതകൾ ദൈവത്തോട് മാത്രമുള്ളത് ആരോഗ്യകരമായത്. എൻ്റെ കർത്താവിൻ്റെ വകയാണ് ഞാൻ. കർത്താവിനേക്കാൾ അപ്പനെയോ അമ്മയോ വീടിനെയോ ധനത്തെയോ മാനത്തെയോ സ്നേഹിച്ചാൽ അസുഖമാണ്. ഉടനെ തന്നെ വേറെ അറിയിക്കണം. വാറയ്ക്കുമോർ പറയണം, കർത്താവെ എന്നെ അനുഗ്രഹിക്കണം, ഞാൻ സ്വന്തം വഴിയിലേക്ക് വഴുതിപ്പോയി, ഞാൻ തിരിച്ചു വരികയാണ്, നിന്നോടാണ് എനിക്ക് സ്നേഹം എന്ന് പറഞ്ഞ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പറഞ്ഞിട്ട് പിന്നെയും തുടങ്ങുക. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളുടെ ഇടയ്ക്ക് എന്ത് വേണം? ബാറയ്ക്കുമോറും ശുഭഹോയും മനോലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സംഗതി കുഴഞ്ഞു പോവും, അപകടത്തിലാകും. പൗലോസിയായി കാര്യം മനസ്സിലായി, എനിക്ക് അബദ്ധം പറ്റി, യേശുവിൽ കൂടി അല്ലാതെ ഒത്തിരി ബന്ധങ്ങൾ അല്ലവരുണ്ട്. ഒരു തീരുമാനം എടുത്തു. ആകയാൽ ഇന്നു മുതൽ ആരെയും ഞാൻ ജഡപ്രകാരം അറിയുന്നില്ല, എല്ലാ ബന്ധവും കട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ പറയാൻ ധൈര്യമുള്ളവരെന്ന് പറഞ്ഞാട്ടെ. ഇന്നു മുതൽ എൻ്റെ സകല ബന്ധവും ഞാൻ മുറിച്ചിരിക്കുന്നു. എല്ലാം പറഞ്ഞോ? ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ബന്ധം ആരോടാ? നീ യേശുവിനോടാ. യേശുവിൽ കൂടിയാണ് നീ ബന്ധം. യേശു തരുന്ന ബന്ധം എനിക്ക് മതി. എല്ലാവരും കേട്ടോ? അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി ഈ കാര്യം മരിച്ചുപോയവർക്ക് ആർക്കും മനസ്സിലായില്ല. അവരിന്നും ദുഃഖിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഇന്നും ബന്ധനങ്ങളായി ഇങ്ങനെ വെള്ളം കിട്ടാത്തത് പോയി കിടക്കുക. അവർക്ക് വേണ്ടി പുതുമ നോക്കാൻ നോക്കുക. അപ്പോൾ അവരോട് പറഞ്ഞാൽ ഞങ്ങൾ അമിതമായി നിങ്ങളെ സ്നേഹിച്ചു പോയി, നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചു, നമുക്ക് യേശുവിൽ കൂടെ റീസെറ്റ് ചെയ്യാം. ഇപ്പോൾ അവിടെ ഒരു പായിട്ട് രണ്ട് മെഴുതിരിയും കിടത്ത് കത്തിച്ച് വെച്ച് നമുക്ക് അവരുമായിട്ടുള്ള ബന്ധം റീസെറ്റ് ചെയ്യാം. അപ്പോൾ യേശുവിൽ കൂടെ അല്ലാത്ത എല്ലാ ബന്ധനങ്ങളും ശാപവുമാണ്. അതാണ് ഇതുവരെയും നോക്കി കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകാത്തത്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ധൂപപ്രാർത്ഥന നടത്തുകയാണ്. മക്കളെല്ലാം കൃപ ചെയ്യുന്നതുപോലെ ഹാലേലോ.